എൻ്റെ പേര് രാഹുൽ. പാലക്കാട് നിന്ന് വരുന്ന റീസെൻ്റ് DH വെൽഡറാണ്. വിഷയത്തെ പറ്റി അറിയുന്നത് എൻ്റെ ജൂനിയേഴ്സും സീനിയേഴ്സിലും ഇവിടുന്ന് പഠിച്ച പാസ്സായതുകൊണ്ടാണ് ഇവരെ റെക്കമെൻഡ് ചെയ്തത്. പിന്നെ ഇവിടുത്തെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ പഠിപ്പിച്ചത് അലീന മേമും അഞ്ജലി മേമാണ്. എനിക്ക് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. എനിക്ക് വരുമ്പോൾ കോൺഫിഡൻസ് ഭയങ്കര കുറവായിരുന്നു. കാരണം ഞാൻ പഠിക്കുമ്പോൾ നമുക്ക് കുറേ സപ്ലിക്കുള്ള കാരണം ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ എല്ലാം സപ്ലിയുള്ള കാരണം എനിക്ക് പഠിച്ച് പാസ്സാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അന്നാമത്തെ തന്നെ സാവസാറിന് ഒരു കോൺഫിഡൻസ് വന്നു. പിന്നെ മാത്സൊക്കെ എന്നെക്കാൾ കൂടുതൽ അവർ ഞാൻ പാസ്സാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒട്ടും എളുപ്പമായി. പിന്നെ ഇവിടെ മെറ്റീരിയൽസ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. പിന്നെ എക്സാമിന് പോയ സമയത്ത് എനിക്ക് ഇവിടെ ചെയ്ത അതേ ക്വസ്റ്റ്യൻസ് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈവൻ ഓപ്ഷൻസ് വരെ എനിക്ക് അതേപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എനിക്ക് ആൻസർ അറിയായിരുന്നു ഇതാണ്. പിന്നെ ഇവിടെ തിയറി ബേസ് പഠിക്കുന്ന തന്നെ എനിക്ക് ക്വസ്റ്റ്യൻസ്ക്ക് ആൻസേഴ്സ് എത്താൻ കുറച്ചും എളുപ്പമായിരുന്നു. ടോട്ടലി ഇവിടെ ഫൈനായിരുന്നു. പിന്നെ വിഷൻ ലേണിംഗിനെ പറ്റി ഇവിടെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിൽ കാണുന്ന എല്ലാ സെൻറ്റേഴ്സും നമ്മൾ വിളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് പഠിച്ചതെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് പറഞ്ഞത് ചില സ്ഥലങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഒരുപാട് പിള്ളേരുണ്ട്, നമുക്ക് ഇന്ത്യയിൽ അറ്റൻഷൻ കിട്ടില്ല അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സ്ലോ ലേണർ ആയ കാരണം എനിക്ക് ഇന്ത്യയിൽ അറ്റൻഷൻ വേണമായിരുന്നു. അപ്പോൾ ഞാൻ വിഷൻ ലേണിംഗ് ചൂസ് ചെയ്തു. ഇവിടെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഒരു ജയിലിൽ ഫീലിങ്ങൊന്നുമില്ല. കുറേ പേര് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു വേറെ സ്ഥലങ്ങളിൽ. അപ്പോൾ അതൊക്കെ ഫിൽറ്റർ ലാസ്റ്റ് എടുത്താണ് വിഷൻ ലേണിംഗ്. എക്സാമിൻ്റെ തലേന്ന് നമ്മൾ സാർ വിളിച്ചിട്ട് സാറിന് കുറേ ടിപ്സ് ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യണമെങ്കിൽ മനസ്സിലാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നല്ല യൂസ്ഫുൾ ആയിരുന്നു. കുറച്ചുകൂടെ എളുപ്പത്തിൽ ആൻസേഴ്സ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഒരു വർക്കിന് ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ട് വിഷനെ പറ്റി കണ്ടത് എൻ്റെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുത്തു. ഇവിടെ വന്നാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും പഠിക്കാൻ. ഇപ്പോൾ ഇന്ത്യയിൽ അറ്റൻഷൻ കിട്ടണം, പെട്ടെന്ന് പാസ്സാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100% വിഷനെ റെക്കമെൻഡ് ചെയ്യും.